മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഏണിംഗ് എബിലിറ്റി, ആ ധനസമ്പാദന ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു പൊടിക്കൈ, ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം. ധനസമ്പാദന ശേഷി എന്ന് മാത്രമല്ല, നമ്മുടെ ആ ഒരു പണം സമ്പാദിക്കാനുള്ള ആ ഒരു ആർജവം, ആ ഒരു ഉത്സാഹം എന്നതിനപ്പുറം ആ ഒരു ആദ്യ തീവ്രമായിട്ടുള്ളൊരു ആ ഒരു മനസ്സ്, പണം സമ്പാദിച്ചേ മതിയാകൂ, പണം സമ്പാദിക്കണമെന്നുള്ള ഒരു ചിന്ത. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മളെ അതിലേക്ക് നയിക്കുകയും പണം നമ്മിലേക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും. ഏതായാലും ആ ടെക്നിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏറ്റവും ഉറ്റവർ ഒരു വീട്ടിൽ ഉറങ്ങുന്നവർ, അത് നിങ്ങൾ സ്നേഹിക്കുന്ന പിതാവാകാം, മാതാവാകാം, ഭാര്യയാകാം, മക്കളാകാം, ഭർത്താവാകാം, നിങ്ങളുടെ ഏറ്റവും ഉറ്റവർ ഉറങ്ങുന്നത് ഒരു 5 മിനിറ്റിൽ കുറയാത്ത സമയം നോക്കിയിരിക്കുക. അവർ ഉറങ്ങുമ്പോൾ അതെപ്പോഴെങ്കിലും ഇപ്പോൾ ഇന്നോ നാളെ വേണമെന്നില്ല, എപ്പോഴാണോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുക, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ ഉറങ്ങുന്നത് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് നോക്കിയിരിക്കുക. ഇപ്പോൾ വിദേശത്തോ മറ്റൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതാണ്, എല്ലാവർക്കും അത് ഒരുപോലെ ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. വിദേശത്തോ മറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് സമയമെങ്കിലും അവർ ശാന്തരായി ഉറങ്ങുന്നത് ഒന്ന് സങ്കല്പിക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട. ആ ടെക്നിക്കിൽ ജസ്റ്റ് അവർ ഉറങ്ങുന്നത് സങ്കല്പിക്കുക. നേരിട്ടത് കാണാൻ സാഹചര്യമുള്ളവർ, പെൺകുട്ടികളൊക്കെ വേറെ ബെഡ്റൂമിലാണ് കിടന്നുറങ്ങുന്നത്, ഏതെങ്കിലും സാഹചര്യത്തിൽ അവരൊന്ന് ഉറങ്ങുന്നത് നോക്കി നിൽക്കാൻ ശ്രമിക്കുക, ഒന്ന് കാണാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ അതിന് നേരിട്ട് കാണാൻ സാധിക്കാത്തവർ അത് നന്നായിട്ട് ഒരു 10 മിനിറ്റിൽ കുറയാത്ത സമയം സങ്കല്പിക്കുക. നിങ്ങളുടെ ഏറ്റവും ഉറ്റവർ ഉറങ്ങുന്നത് ഒന്ന് കാണാൻ കഴിഞ്ഞാൽ അത് വലിയ ഇമ്പാക്റ്റ് ലൈഫിലുണ്ടാക്കും. കാരണം അവർ നിങ്ങളെയും കൂടെ വിശ്വസിച്ചാണ് ആ ശാന്തമായി ഉറങ്ങുന്നതെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിൽ, ഇതൊന്നും പറയാതെ തന്നെ അവർ ആ ഉറങ്ങുന്നത് കാണുമ്പോൾ നിങ്ങളെയും കൂടി ആശ്രയിച്ചാണ് അവർ ശാന്തമായി സ്വസ്ഥമായി ഉറങ്ങുന്നത് എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ, അവർക്ക് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനും പണമാണ് ആവശ്യമെന്നുള്ള ആ ഒരു വൻ സ്പാർക്ക്, വൻ അഗ്നിപർവ്വതം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുകയും, അപ്പോൾ നിങ്ങളുടെ മൈൻഡിലെ ഇത്രയൊക്കെ മതി, അല്ലെങ്കിൽ പണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും അതൊക്കെ ഇന്നർ മൈൻഡിൽ സംഭവിക്കും. ഇതൊന്നും നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് പോലെ അല്ലാതെ അതെല്ലാം ഇന്നർ മൈൻഡിൽ സംഭവിക്കുകയും ആ മണി മേക്കിംഗ് എനർജി, ആ ഒരു വലിയ വൈബ് നമ്മളിൽ രൂപം കൊള്ളുകയും നമ്മുടെ ഏണിംഗ് എബിലിറ്റി വർദ്ധിക്കുകയും ചെയ്യും. അതിനോടൊപ്പം ചേർത്ത് മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ ലോകത്തെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ആ സംഘടനകളെല്ലാം ലോകമെമ്പാടും നടത്തിയ പഠനങ്ങളിൽ ഒരു ഉത്തരമാണ് ലഭിച്ചത്. ലോകമെമ്പാടും നടത്തിയ പഠനങ്ങളിൽ, ഞാനത് വിശദീകരിച്ചാൽ സമയം വൈകും, അതായത് ഈ വോയിസിൻ്റെ ലെങ്ത് കൂടും, അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതായത് ഈ മരണത്തിന് തൊട്ടടുത്തെത്തിയിട്ട് തിരിച്ചു വന്ന ആളുകൾ, അത് കോമയിൽ പോയിട്ടൊക്കെ എത്തിയിട്ട് തിരിച്ചു വന്ന, മരണത്തിൻ്റെ തൊട്ടടുത്തെത്തി തിരിച്ചു വന്ന ആളുകളോടൊക്കെ മരിക്കുമെന്ന് ഉറപ്പായ നിമിഷം, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം പോലും മരിച്ചുവെന്ന് വിധി എഴുതിയതിന് ശേഷം പോലും കോമയിൽ നിന്നൊക്കെ തിരികെ വന്നവരുണ്ട്, ജസ്റ്റ് 3-4 മിനിറ്റുകൾക്ക് ശേഷം. അത്തരം ആളുകളോടൊക്കെ നിങ്ങളുടെ ആ സമയത്തെ ചിന്ത, ആ കോമയിലായിരുന്നപ്പോഴത്തെ ചിന്ത, അതുപോലെ തന്നെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, ആ മരണത്തിന് തൊട്ടടുത്തെത്തിയവരോട് ചോദിച്ചപ്പോൾ അവരുടെ ചിന്തയൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ, ലോകമെമ്പാടുമുള്ള നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പഠനങ്ങൾ പറയുന്നത് ഒരേ ഒരു ഉത്തരമാണ്. ആ സമയത്തെ ചിന്ത എന്തായിരുന്നു ചോദിച്ചപ്പോൾ എല്ലാവരുടെയും ഉത്തരം ഒരുപോലെയായിരുന്നു. അതായത് പ്രത്യേകിച്ച് ഈ മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ അതിനുശേഷം ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും അത്ഭുതകരമായിട്ട് കോമയിലൊക്കെ അതിന് ശേഷമൊക്കെ, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സ്ഥലത്തു നിന്നൊക്കെ കോമയിലൊക്കെ അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതിന് ശേഷം ജീവൻ തിരികെ കിട്ടുകയും, അതിനുശേഷം ആ കോമയിലായിരുന്ന സമയത്ത് എന്തെങ്കിലും ചിന്തകൾ ഓർക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഒരു സ്വപ്നം പോലെ ഇങ്ങനെ പലതും കാണുന്നുണ്ടോ ആ സമയത്ത്. അങ്ങനത്തെ ഓർമ്മകളൊക്കെ തിരികെ എടുത്ത ആ ഒരു ഡീപ്പ് പഠനത്തിൻ്റെ ഫലമാണ് ഈ പറയുന്നത്. ആ എല്ലാ സംഘടനകളുടെയും പഠനത്തിൻ്റെ ഫലം ഒന്നായിരുന്നു. അവരെല്ലാം പറഞ്ഞത് ആ നിയർ ഡെത്ത്, ഇനി ഒറ്റ വാക്കിൽ ചുരുക്കി പറഞ്ഞാൽ ആ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, ആ അവസാനം ആ മരണം മുന്നിൽ കണ്ട, അല്ലെങ്കിൽ മരിച്ചുവെന്ന് വിധി എഴുതിയ സമയത്തെ അവരുടെ തോട്ട് പ്രോസസ്സ്, അവരുടെ ചിന്ത, ഉറ്റവർക്ക് കുറേ കൂടി ഭൗതിക സമ്പത്തുകൾ, കുറേ കൂടെ സെറ്റപ്പുകൾ, അതായത് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ കുറേ കൂടെ കാര്യങ്ങൾ ചെയ്തു വെക്കാമായിരുന്നുവല്ലോ, അതിന് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും അറിയാമായിരുന്നുവല്ലോ, അതൊക്കെ ഉഴപ്പിയും അല്ലെങ്കിൽ ആ തീവ്രത ഇല്ലാത്തതുകൊണ്ടും പല കാര്യങ്ങൾ കൊണ്ട് ചെയ്യാതിരുന്നുവല്ലോ, അതൊക്കെ ചെയ്യാമായിരുന്നുവല്ലോ എന്ന ചിന്തയാണ് അത്ര വന്നത്. ഇപ്പോൾ നിങ്ങളും ചിന്തിക്കുക, ശരിയായ തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് യാതൊരു ഉഴപ്പുകളുമില്ലാതെ അവനവൻ്റെ മനസാക്ഷി കൊണ്ട് അവനവൻ്റെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്ന കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ട് മുന്നോട്ടേ പോവുക. ബോറടിക്കാതെയും മടുത്തു പോകാതെയും പണം നേടാൻ ആവശ്യമായ കാര്യങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും നിങ്ങളുടെ ചുറ്റുമുള്ള സമൂഹത്തിനും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. അതൊരു യാഥാർത്ഥ്യമാണ്, അത് നിങ്ങളുടെ അവകാശമാണ്, അത് നിങ്ങളുടെ അർഹതയാണ്. ലോകത്ത് നിങ്ങളെപ്പോലുള്ള ആളുകൾ തന്നെ നിങ്ങളുടെ അത്രയും പല കാര്യങ്ങളിലും നിങ്ങളെക്കാളും പല കാര്യങ്ങളിലും
പിന്നോക്കം നിൽക്കുന്ന ആളുകൾ പോലും നിങ്ങളെക്കാളും പണം സമ്പാദിക്കുന്നവരുണ്ട്. ആഗ്രഹിച്ചാൽ തീവ്രമായി ആഗ്രഹിച്ചാൽ അതിനാവശ്യമായ പ്രോസസ്സ് തുടർന്നുകൊണ്ടേ പോയാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും.